വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ്. മൾട്ടിപ്പിൾ ടൈം ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു ഏരിയ ആണ്. ഇന്നലത്തെ ക്യാൻഡിലും മിഞ്ഞാത്തെ ക്യാൻഡിലൊക്കെ നോക്കിയാൽ കാണാം, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുകളിൽ നിന്നുള്ള റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്നും മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. എനിവേ അത് മുകളിലോട്ട് എത്രത്തോളം പോകും, അതോ താഴോട്ടേക്ക് വരുമോ എന്നുള്ളതൊക്കെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു സപ്പോർട്ട് ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് റിജക്ഷൻസ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയനെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിൽ ഒന്ന് വരയ്ക്കുമ്പോൾ മനസ്സിലാവും, ഈ ഒരു ക്യാൻഡിലിന്റെ ലോയും നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ ക്യാൻഡിലിന്റെ ലോയെ ബ്രേക്ക് ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി 1 അവറിലേക്കാണ് പോകുന്നത്. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷനിലാണ്. അതുകൊണ്ട് തന്നെ മുകളിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് നല്ല റിജക്ഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. താഴോട്ടേക്ക് മുകളിലോട്ട് കയറ്റാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയാൽ കാണാം, ഇവിടെ അത്യാവശ്യം മോശമില്ലാത്തൊരു സപ്പോർട്ട് ഏരിയ ആണ്. ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വീണ്ടും സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകും. അതുപോലെ തന്നെ മുകളിലും നോക്കിയാൽ കാണാം, ഈ ഒരു ഏരിയ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അവിടേക്കും ചെന്ന് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ടേക്ക് വരുന്നുണ്ട്. അതായത് നല്ലൊരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ് ഇപ്പോൾ കറന്റ്ലി മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായൊരു ഡയറക്ഷൻ കിട്ടണമെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു ബ്രേക്ക്ഔട്ട് കിട്ടണം. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് കൂടുതൽ എൻട്രി സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു നല്ലൊരു സപ്ലൈ സംഭവിച്ചിട്ടുണ്ട്. മാർക്കറ്റ് റീടെസ്റ്റിന് വന്നിട്ട് വീണ്ടും അവിടെ നിന്ന് നല്ലൊരു വീഴ്ച വന്നിട്ടുണ്ട്. വീണ്ടും ആ ഏരിയയിലേക്ക്, അവിടെ ഒരു FEGയിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി താഴ്ന്നുള്ള സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഒരു എൻട്രി സാധ്യത പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമുക്കൊരു താൽക്കാലികമായി അല്ലെങ്കിൽ നമുക്കൊരു സാധ്യത ഉള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് ഇപ്പൊ ഈ കാണുന്ന ഒരു ചാനൽ കാണാം, നമുക്ക് മുകളിലും താഴോട്ടുമായിട്ട് സപ്പോർട്ട് എടുത്ത് പോകുന്ന ചാനലിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്ന ഈ ലെവൽ വരെ നമുക്കൊരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. ഒരു പക്ഷെ അവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടി താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി ഉണ്ട്. അത് നോക്കുകയാണെങ്കിൽ ഇവിടം വരെയൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ വളരെ റിസ്ക് പിടിച്ചൊരു എൻട്രി ആണ് ആക്ച്വലി ഇത് രണ്ടും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് സാധ്യത ഉണ്ട് ഒന്ന്. രണ്ടാമത് നമുക്ക് കൃത്യമായ റിസ്ക് റിവാർഡ് കിട്ടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് 50 മിനിറ്റ്സിൽ ഒരു എൻട്രി നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഇനി ഒരു എൻട്രി പറയണമെങ്കിൽ തന്നെ ഈ ഒരു ലെവലിന്റെ മുകളിലോട്ട് എത്തണം. അവിടെയും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഹയർ ടൈം ഫ്രെയിമിന്റെ റെസിസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അവിടെ നിന്നും താഴോട്ടേക്ക് തന്നെ വരാം. അപ്പൊ ടോട്ടലി നോക്കുന്ന സമയത്ത് BTCയെ സംബന്ധിച്ചിടത്തോളം എൻട്രി പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ താഴോട്ടേക്ക് എന്ന് പറയണമെങ്കിൽ ഈ ഒരു ലെവലിന്റെ താഴോട്ടേക്ക് ആവണം. അവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു നല്ലൊരു ഏരിയ ഉണ്ട്, ടെസ്റ്റ് ചെയ്യാത്ത നല്ലൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ഒരു കൺസോൾട്ടേഷനുള്ള സാധ്യത കാണാം. അപ്പോൾ വലിയൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാതെ, അതായത് വലിയൊരു ക്യാൻഡിൽ മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്ത് അതിനെ വരുന്ന ഒരു വീക്ക് റീടെസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് മുകളിലേക്കായാലും താഴത്തേക്കായാലും ട്രേഡ് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പരമാവധി ഒന്ന് BTCയിൽ ട്രേഡ് എടുക്കുന്ന ആളുകൾ വിട്ടു നിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വലിയ മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ട് സോണുകൾ, ഈ ഇതിന്റെ മുകളിലോട്ടും അല്ലെങ്കിൽ ഇതിന്റെ താഴോട്ടും ടേക്ക് തന്നതിന് ശേഷം വരുന്ന കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം മാർക്കറ്റിൽ ട്രേഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അതൊന്ന് എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.